ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷ ഭീതി ഉയർത്തി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്കേറ്റം രൂക്ഷമാകുന്നു. ബുധനാഴ്ചയ്ക്കുള്ളിൽ കരാറായില്ലെങ്കിൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ നാവിക ഉപരോധം തുടർന്നാൽ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ തിരിച്ചടിച്ചു. സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ മേഖലയിൽ യുദ്ധ സാഹചര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ശക്തമാവുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഒരു മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബുധനാഴ്ചയ്ക്കുള്ളിൽ കരാറായില്ലെങ്കിൽ ബോംബിടുമെന്ന് ഇറാന് അന്ത്യശാസനവുമായി ഡൊണാൾഡ് ട്രംപ്. ബുധനാഴ്ചയ്ക്കുള്ളിൽ കരാറിൽ എത്തിയില്ലെങ്കിൽ സൈനിക നടപടികളിലേക്ക് മടങ്ങുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഭീഷണി ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തിയിരിക്കുകയാണ്. വെടിനിർത്തൽ നീട്ടുന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ലെന്നും എന്നാൽ ഇറാനിലെ തുറമുഖങ്ങൾക്കുമേലുള്ള നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചിടുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സമാധാന കരാറിൽ എത്തുന്നതുവരെ ഉപരോധം പിൻവലിക്കില്ലെന്നും ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ബോംബാക്രമണം പുനരാരംഭിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ മുന്നറിയിപ്പ്. കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് ഇറാന്റെ അനുമതിയും പ്രത്യേക റൂട്ടും ആവശ്യമാണെന്നാണ് ഇറാന്റെ അവകാശവാദം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം മൂലം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ആണവ പ്രതിരോധം പോലെ ഇപ്പോൾ നിർണായകമായി മാറിയിരിക്കുകയാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഹോർമുസ് തുറന്നതോടെ ആഗോള എണ്ണവിലയിൽ ഇടിവ്, യുദ്ധഭീതിയും വിതരണ തടസ്സങ്ങളും നീങ്ങിയതാണ് വിപണിക്ക് ആശ്വാസമായത്. വെള്ളിയാഴ്ച $98 മുകളിലായിരുന്ന ബ്രെന്റ് ക്രൂഡിന്റെ വില ഹോർമുസ് കടലിടുക്ക് തുറന്നതോടെ ബാരലിന് $88 കുറഞ്ഞു. അസംസ്കൃത എണ്ണവില ശരാശരി 9 മുതൽ 11% വരെ ഇടിഞ്ഞു. 90% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വില കുറഞ്ഞത് വലിയ ആശ്വാസമായി. യുദ്ധം കുറഞ്ഞതോടെ അസംസ്കൃത എണ്ണ വില $119 വരെ എത്തിയിരുന്നു. ആക്രമണശേഷിയും നിരീക്ഷണ സംവിധാനങ്ങളും വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക എയർ ലോഞ്ച് ഡ്രോണുകളും ലോയിറ്ററിംഗ് മ്യൂണിഷനുമുള്ള വിന്യസിക്കാനൊരുങ്ങി ഇന്ത്യൻ വ്യോമസേന. വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ നിന്നും ഹെലികോപ്റ്ററുകളിൽ നിന്നും ഇത്തരം ഡ്രോണുകൾ വിക്ഷേപിക്കാനാണ് വ്യോമസേനയുടെ ഇപ്പോഴത്തെ പദ്ധതി. ട്രാൻസ്പോർട്ട് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഡ്രോണുകൾക്ക് ഏകദേശം 500 കിലോമീറ്റർ പരിധിയും 30 കിലോ ഭാരമുള്ള പോർമുന വഹിക്കാനുള്ള ശേഷിയും ഉണ്ടാകും. ഇവയ്ക്ക് മണിക്കൂറിൽ 350 മുതൽ 400 കിലോമീറ്റർ വരെ വേഗതയുണ്ടാകും. ഹെലികോപ്റ്ററുകളിൽ നിന്ന് വിക്ഷേപിക്കുന്നവയ്ക്ക് 80 കിലോമീറ്റർ പരിധിയാണ് പ്രതീക്ഷിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ നിലവിൽ നിർവഹിക്കുന്ന നിരീക്ഷണ ആക്രമണ ദൌത്യങ്ങളിൽ ഒരു ഭാഗം ഈ ഡ്രോണുകൾക്ക് നൽകുന്നതിലൂടെ യുദ്ധവിമാനങ്ങളെ കൂടുതൽ നിർണായകമായ ദൌത്യങ്ങൾക്കായി ഉപയോഗിക്കാനാകും. കേരളത്തിൽ വേനൽ ചൂട് അസഹനീയമായി തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ചരിത്രത്തിലാദ്യമായി സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തെ കണക്കുകൾ പ്രകാരം വൈദ്യുതി ആവശ്യകത 6013 മെഗാവാട്ടായി ഉയർന്നു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് പീക്ക് സമയത്തെ ആവശ്യകത 6000 മെഗാവാട്ട് എന്ന നാഴികക്കല്ല് പിന്നിടുന്നത്. ഈ മാസം 14 രേഖപ്പെടുത്തിയ 6012 മെഗാവാട്ട് എന്ന റെക്കോർഡാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരുത്തപ്പെട്ടത്. ഇന്നലത്തെ മൊത്തം വൈദ്യുത ഉപയോഗം 116.11 ദശലക്ഷം യൂണിറ്റ് രേഖപ്പെടുത്തി. വൈകുന്നേരത്തെ ആവശ്യകതയും റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 6013 മെഗാവാട്ടാണ്. 2024 മെയ് 3 രേഖപ്പെടുത്തിയ മൊത്തം ഉപയോഗമായ 115.94 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു മുൻ റെക്കോർഡ്. 2026 ഏപ്രിൽ 14 രേഖപ്പെടുത്തിയ 6012 മെഗാവാട്ടായിരുന്നു വൈകുന്നേരത്തെ റെക്കോർഡ് വൈദ്യുതി ആവശ്യകത. ഇത് രണ്ടും ഇന്നലെ മറികടന്നിരിക്കുകയാണ്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് KSEB നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഉത്തര മലബാർ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിൽ നീങ്ങുന്നു. വൈദ്യുതി ലോഡ് താങ്ങാനാകാതെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. വൈദ്യുതി ഉപയോഗം 900 മെഗാവാട്ട് പിന്നിട്ടു. ഉത്തര മലബാറിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന അരീക്കോട് കാഞ്ഞിരോട് ലൈനിന്റെ ശേഷി വെറും 600 മെഗാവാട്ട് മാത്രമാണ്. 300 മെഗാവാട്ട് ലഭ്യമാണെങ്കിലും പഴയ ലൈൻ ആയതിനാൽ കടത്തിവിടാനാകാത്ത സ്ഥിതിയാണുള്ളത്. അതിനാൽ വിഷുവിനും തലേന്നാളും വരെ രാത്രി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിരുന്നു. വേനൽ മഴ വന്ന് ഉപയോഗം കുറഞ്ഞില്ലെങ്കിൽ ഉത്തര മലബാറിൽ ഇനി എല്ലാ ദിവസവും രാത്രി വൈദ്യുതി നിയന്ത്രണം വന്നിക്കും.
നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ഉടൻ പാൽ വില കൂട്ടണമെന്ന് മിൽമ, ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയ്ക്ക് അംഗീകാരം തേടി മിൽമ ചെയർമാൻ KS മണി മന്ത്രി ജെ ചിഞ്ചുറാണിയെ ഇന്ന് വീണ്ടും കാണും. മെയ് 6 വരെയാണ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത്. നിലപാട് ഇതുവരെ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം നവംബർ മുതൽ പാൽവില വർധന മിൽമ ആവശ്യപ്പെടുന്നുണ്ട്. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നീട്ടിവെച്ച തീരുമാനം തെരഞ്ഞെടുപ്പ് ഫലത്തിലെ തിരിച്ചടി മൂലം വീണ്ടും നീട്ടി. പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതി മിൽമയുടെ ശുപാർശയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയില്ല. പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്ന് മിൽമ ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അനുകൂല നിലപാടെടുക്കാൻ തയ്യാറായില്ല. ഇത്തവണത്തെ തൃശൂർ പൂരം കൊടിയേറ്റ് തിങ്കളാഴ്ചയാണ്. പൂരത്തിന്റെ പ്രധാന പങ്കാളിയായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും 20-ന് കൊടിയേറും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും ഇടയ്ക്കാണ് കൊടിയേറ്റം. പാറമേക്കാവ് ക്ഷേത്രത്തിലാവട്ടെ 20-ന് 11:30-നാണ് പൂരം കൊടിയേറ്റ്. ഏപ്രിൽ 26-നാണ് തൃശൂർ പൂരം നടക്കുക. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആനച്ചമയ പ്രദർശനത്തിന് 24-ന് തുടക്കമാകും. ഇതോടൊപ്പം 24-ന് രാത്രി 7-ന് സാമ്പിൾ വെടിക്കെട്ടും നടക്കും. 25-ന് നെയ്തലക്കാവിലമ്മ വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി തെക്കേ ഗോപുര നടയിലൂടെ പുറത്തിറങ്ങുന്ന പൂരം വിളംബരം ചടങ്ങ്. 26-ന് രാവിലെ ഘടകക്ഷേത്രങ്ങളുടെ പൂരം വരവ്, മഠത്തിൽ വരവ്, പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം എന്നിവയും പുലർച്ചെ പ്രധാന വെടിക്കെട്ടും നടക്കും. 27-ന് പകൽപൂരവും തുടർന്ന് ഉപചാരം ചൊല്ലൽ, രാത്രി ആറാട്ടിനും മേളത്തിനും ശേഷം പൂരം കൊടിയിറങ്ങും. KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ് അടുത്ത ആഴ്ച നിരത്തിലിറങ്ങും. ശുചിമുറി, ഭക്ഷണം, കഫ്റ്റീരിയ, പാൻട്രി സൗകര്യങ്ങളോടെയാണ് ബസ് ഓടിത്തുടങ്ങുന്നത്. പുലർച്ചെ 5:15-ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ പുറപ്പെടുന്നതിന് പിന്നാലെ ബസ് കൊച്ചിക്ക് പുറപ്പെടും. രാവിലെ 10-ന് മുൻപ് എറണാകുളത്തെത്തുന്ന രീതിയിലാണ് സർവീസ്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും സർവീസ് ഉണ്ട്. 2 കോടി രൂപ വിലയുള്ള 2 ബസ്സുകളാണ് KSRTC ഇതിനായി വാങ്ങിയത്. ആദ്യമായി എയർ ഹോസ്റ്റസ് മാതൃകയിൽ ബസ്സിൽ ബസ് ഹോസ്റ്റസും ഉണ്ടാകും. ബസ്സിൽ പ്രത്യേക ടിക്കറ്റ് നിരക്കായിരിക്കും. ഭക്ഷണത്തിനും മറ്റും പ്രത്യേകം പണം നൽകണം. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടാൽ കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. ടിക്കറ്റ് നേരത്തെ റിസർവ് ചെയ്യുന്നതിനും സൗകര്യമുണ്ടാകും. യാത്രാ വരുമാനത്തിൽ വർധനയുമായി രാജ്യത്ത് ഒന്നാമതെത്തി ദക്ഷിണ റെയിൽവേ. വന്ദേ ഭാരത് തീവണ്ടികളിൽ ഉൾപ്പെടെ പരമാവധി യാത്രക്കാരെ ഉൾക്കൊള്ളിക്കുന്നതിലും ദക്ഷിണ റെയിൽവേ ഒന്നാമതാണ്. രാജ്യത്ത് റെയിൽവേ യാത്രാ വരുമാനത്തിൽ 2025-26 സാമ്പത്തിക വർഷം വിവിധ സോണുകളിലായി 5 മുതൽ 7% വർധനയാണ് ഉണ്ടായത്. ഇതിലും കൂടിയ വളർച്ചയാണ് ദക്ഷിണ റെയിൽവേ നേടിയത്. 8271.47 കോടി രൂപയാണ് ദക്ഷിണ റെയിൽവേയുടെ വരുമാനം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 7535.69 കോടി രൂപയായിരുന്നു. ഒരു വർഷം കൊണ്ട് 9.8% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. 735.78 കോടി രൂപയാണ് അധികം ലഭിച്ചത്. മെറ്റയിലും കൂട്ടപ്പിരിച്ചുവിടൽ എന്ന റിപ്പോർട്ട്. ഈ വർഷത്തെ ആദ്യഘട്ട പിരിച്ചുവിടൽ മെയ് 20-ന് ആരംഭിക്കുമെന്നാണ് സൂചന. 8000 പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും AI അധിഷ്ഠിതമാക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിനായി കോടിക്കണക്കിന് ഡോളറാണ് കമ്പനി നിക്ഷേപിക്കുന്നത്. ഇത്തവണ തൊഴിൽ നഷ്ടം കൂടുതൽ ബാധിക്കുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാരെയും എഞ്ചിനീയർമാരെയുമാണ്. കോഡിംഗ് ജോലികൾ ചെയ്യാൻ വിധം AI വികസിപ്പിച്ചതാണ് ഇതിന് കാരണം. 2022-23 കാലയളവിൽ 21,000 പേരെയാണ് മെറ്റ പിരിച്ചുവിട്ടത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പവന് 600 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 1,14,240 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 75 രൂപ വർദ്ധിച്ച് 14,280 രൂപയിലെത്തി. 18 ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 65 രൂപ കൂടി 11,735 രൂപയും പവന് 520 രൂപ വർദ്ധിച്ച് 93,880 രൂപയിലും എത്തി. വെള്ളി ഗ്രാമിന് 275 രൂപയിലാണ് വ്യാപാരം. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.